കണ്ണെങ്ങനെ പ്രവർത്തിക്കുന്നു? ഒരു ക്യാമറയുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രകാശം കണ്ണിലേക്ക് വരുന്നു. നമ്മൾ കാണുന്ന വസ്തുക്കളിൽ പതിക്കുന്ന പ്രകാശം തിരിച്ചുവന്ന് കണ്ണിലേക്ക് പ്രവേശിക്കുന്നു. കോർണിയ പ്രകാശത്തെ വളയ്ക്കുന്നു. കണ്ണിന്റെ ഏറ്റവും മുന്നിലുള്ള സുതാര്യമായ ഭാഗമാണ് കോർണിയ. ഇത് വരുന്ന പ്രകാശത്തെ വളച്ച് കണ്ണിനുള്ളിലേക്ക് ശരിയായ ദിശയിൽ അയക്കുന്നു. പ്യൂപ്പിൽ പ്രകാശത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നു. കണ്ണിന്റെ നടുവിലുള്ള കറുത്ത ഭാഗം പ്യൂപ്പിലാണ്. അതിനെ ചുറ്റിയുള്ള നിറമുള്ള ഭാഗം ഐറിസ്. വെളിച്ചം കൂടുതലാണെങ്കിൽ പ്യൂപ്പിൽ ചെറുതാകും, കുറവാണെങ്കിൽ വലുതാകും. ലെൻസ് ഫോക്കസ് ചെയ്യുന്നു. ആഫ് പ്യൂപ്പിൽ വഴി വന്ന പ്രകാശം ലെൻസ് കടക്കുന്നു. ലെൻസ് അതിന്റെ ആകൃതി മാറ്റി അടുത്തതും ദൂരെയുള്ളതുമായ വസ്തുക്കളിൽ ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നു. റെറ്റിന ആണ് കണ്ണിന്റെ ക്യാമറ. സെൻസർ ഓഫ് പ്രകാശം കണ്ണിന്റെ പിന്നിലുള്ള റെറ്റിനായിൽ എത്തുന്നു. റെറ്റിനായിൽ റോഡ്സ്, കോൺസ് എന്ന പ്രകാശം തിരിച്ചറിയുന്ന കോശങ്ങളുണ്ട്. ഇവ പ്രകാശത്തെ വൈദ്യുത നാഡി സിഗ്നലുകളാക്കി മാറ്റുന്നു. റോഡ്സ് ഇരുട്ടിലും കുറഞ്ഞ വെളിച്ചത്തിലും കാണാൻ സഹായിക്കുന്നു. കോൺസ് നിറങ്ങളും വളരെ സൂക്ഷ്മമായ വിശദാംശങ്ങളും തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഓപ്റ്റിക് നെർവ് വഴി തലച്ചോറിലേക്ക്. ഓഫ് റെറ്റിന ഉണ്ടാക്കിയ സിഗ്നലുകൾ ഓപ്റ്റിക് നെർവ് വഴി തലച്ചോറിലേക്ക് പോകുന്നു. ബ്രെയിനാണ് കാഴ്ച ഉണ്ടാക്കുന്നത്. തലച്ചോർ ഈ സിഗ്നലുകൾ വിശകലനം ചെയ്ത് ഇത് മനുഷ്യനാണ്, ഇത് കാറാണ്, ഇത് ചുവന്ന നിറമാണ് എന്നിങ്ങനെ നമുക്ക് മനസ്സിലാകുന്ന കാഴ്ചയായി മാറ്റുന്നു. അതുകൊണ്ട് കാഴ്ച എന്നത് കണ്ണിന്റെ മാത്രം പ്രവർത്തനമല്ല, കണ്ണും തലച്ചോറും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. ചുരുക്കത്തിൽ വസ്തുപ്രകാശം, കോർണിയ, പ്യൂപ്പിൽ, ലെൻസ്, റെറ്റിന, ഓപ്റ്റിക് നെർവ്, ബ്രെയിൻ, കാഴ്ച. ഒരു രസകരമായ കാര്യം, റെറ്റിനയിൽ രൂപപ്പെടുന്ന ചിത്രം യഥാർത്ഥത്തിൽ തലകീഴായാണ് പതിക്കുന്നത്. അതിനെ തലച്ചോർ പ്രോസസ് ചെയ്താണ് നമുക്ക് ശരിയായ ദിശയിൽ കാഴ്ച അനുഭവപ്പെടുന്നത്. ഇതുപോലെയുള്ള അറിവുകൾ ലഭിക്കുവാനായി അഷിക്സ് എന്റർടൈൻമെന്റ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുവാൻ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.